ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ മമ്മി ശാലോമിൽ കുർബാനയും കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പാത്രം പൊക്കി നോക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊങ്ങിയോന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എങ്ങനെ നോക്കുന്ന ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയ്ക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മൾ കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കാപ്പിയൊക്കെ ആയിട്ടോ. അപ്പോൾ ചേട്ടായി എണീറ്റ് വന്ന് ചേട്ടായിക്ക് ഒരു ഗ്ലാസ് കാപ്പിയും കൊടുത്തു, ഞാനും ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുവാണേ. ആ സമയത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പൊന്നൂസിന് സ്കൂളുള്ള ദിവസമാണേ. അപ്പോൾ ആളെ എണീപ്പിച്ച് ഒരുക്കി റെഡിയാക്കണം കേട്ടോ. അപ്പം ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിലും നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടം ദോശയാണ്, അതുകൊണ്ട് നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. പൊന്നൂസിനെ ഒരു വിധത്തിൽ കുത്തിപ്പൊക്കി എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആളെൻ്റെ തോളയിൽ ഇങ്ങനെ കിടക്കുവാണ്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവളെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന് അധികം കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചു കേട്ടോ. പിന്നെ പൊന്നൂസിനെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ യൂണിഫോമൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് റെഡിയാക്കുവാണ്. ഒരുപാട് മേക്കപ്പ് ഒന്നും ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ. മുടി കെട്ടാനും ഒരു പൊട്ടും തൊടുകയുള്ളൂ, കണ്ണൊന്നും എഴുതത്തില്ല കേട്ടോ. രാവിലെ എണീക്കാനും ഭക്ഷണം കഴിക്കാനുമാണ് കേട്ടോ കൂടുതലും മടി. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങാനും പോകാനൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആളുടെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഞാൻ വൃത്തിയാക്കി ഒരുക്കി കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളും എല്ലാം ഞാൻ ഉണ്ടോ എന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തു വയ്ക്കുമായിരുന്നു കേട്ടോ. 9:45 പോയാൽ മതി കേട്ടോ. 10 മണിക്കാണ് സ്കൂളിൽ. അപ്പോൾ ചേട്ടായിയാണ് കേട്ടോ അവളെ കൊണ്ടുപോകുന്നത്. പിന്നെ അവളെ ഞാൻ കുരിശൊക്കെ വരപ്പിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിടുവാണ് കേട്ടോ. പ്രാർത്ഥിക്കാനൊക്കെ പെരും മടിയാണ്, എന്നാലും ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചൊക്കെ വിടുവാണ് കേട്ടോ. അപ്പോഴത്തേനും ആൾ ഇറങ്ങിയിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞ് മുന്നിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.